മാഡം ഒന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ ഞങ്ങളുടെ അമ്മയെ കാണാനാണ് ഇവിടേക്ക് വന്നത്. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിരപരാധിയായ അമ്മയാണ് ഇവിടെ ജയിലിൽ അടച്ചിരിക്കുന്നത്. മാഡത്തിന് ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവൂന്ന് അറിയില്ല. മാഡത്തിന് ഒരു അമ്മയുണ്ടാവില്ലേ? മാഡം ഒരു അമ്മയല്ലേ? മാഡത്തിന് മനസ്സിലാവില്ല ഒരു അമ്മയുടെ മനസ്സ് എന്താണെന്ന്. കുറച്ച് കാശിന് വേണ്ടി ആരുടെയെങ്കിലും ജീവൻ വെച്ച് കളിക്കോ? ഞങ്ങളുടെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു കാരണമില്ലാതെ അമ്മയെ ജയിലിൽ അടച്ചിരിക്കുന്നത്. പ്ലീസ്, ഞങ്ങൾ അമ്മയെ കൊണ്ട് ഒന്ന് സംസാരിച്ചോട്ടെ. ഒരൊറ്റ തവണ സംസാരിക്കാൻ അനുവദിക്കോ പ്ലീസ്? എന്താ ഇവിടെ? ഇൻസ്പെക്ടർ സാർ, ഞങ്ങളുടെ അമ്മ നിരപരാധിയാണ് സാർ. അമ്മ ഇപ്പൊ ലോക്കപ്പിൽ അടച്ചിരിക്കുക. ഞങ്ങൾക്ക് ഒരു തവണ കണ്ട് സംസാരിച്ചാൽ മതി പ്ലീസ്. ഞങ്ങൾ ഒന്ന് കണ്ടോട്ടെ സാർ, ഒരൊറ്റ തവണ കണ്ടോട്ടെ. ഇവർ കാണിച്ചു കൊടുക്ക്. വരൂ. ചേച്ചി, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയും? നോക്കൂ, ആളുകൾക്ക് സുഖമില്ല എന്നുള്ളത് സമ്മതിച്ചു. പക്ഷെ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളൊന്നും ചെയ്തില്ല അല്ലേ? വാവ്, നിങ്ങളല്ലാതെ പിന്നെ ആരാടി ചെയ്തേ? ഫംഗ്ഷന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കായിരുന്നു. പിന്നെ എങ്ങനെ ഇത്രയും വലിയ തെറ്റുണ്ടായതാ? ഇനി നിന്റെ തെറ്റല്ലെങ്കിൽ നീ അത് തെളിയിക്കണം. ഹേയ് ഫാമിലി, ഹലോ. ഡാഡ്, എന്തു പറ്റി? നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ചേട്ടാ, കുഴപ്പമൊന്നുമില്ലല്ലോ. പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ദാ കണ്ടില്ലേ, നിങ്ങൾ രണ്ടാളും എന്റെ മക്കളല്ലേ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? അകത്ത് കിടക്കുന്നത് എന്റെ ഭാര്യയാണ്. അവളെ കുറിച്ച് ടെൻഷൻ ആകേണ്ടത് ഞാനാണ്. പിന്നെ ചേച്ചി, ഈ രണ്ടുപേരും ജനിച്ചതിന് ശേഷം എന്നെ കുറിച്ച് അവൾക്ക് ഓർമ്മയേ ഇല്ല. അവൾക്ക് എപ്പോഴും ഈ രണ്ട് മക്കളെയും കുറിച്ച് മാത്രമാണ് ചിന്ത. എനിക്ക് തോന്നുന്നത് ഇതിപ്പോ എനിക്ക് കിട്ടിയ അവസരമാണ്. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ഡാഡ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടും അച്ഛന്റെ മുഖത്തെ ആ ചിരി മാറിയില്ലല്ലോ. ഞാനെന്താ നിന്നെ പോലെയാണ് എൻഗേജ്മെന്റ് ദിവസം മുഖം ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ? ഷെർലിൻ, ഇവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അങ്ങനെയൊന്നും അല്ല ഡാഡ്, അത് ടെൻഷനൊന്നും അല്ലായിരുന്നു. ചേട്ടൻ അല്ലെങ്കിലും എപ്പോഴും ഇങ്ങനെ തന്നെയാ. ഇടയ്ക്കൊന്ന് ചിരിച്ചു, പിന്നെ അതങ്ങ് പോവുകയും ചെയ്തു അല്ലേ ഏട്ടാ? എക്സ്ക്യൂസ് മീ, പേഷ്യന്റിന്റെ ബന്ധുക്കളെ കാണണമെന്ന് പറയുന്നു. എല്ലാവർക്കും അകത്ത് കയറി കാണാം. ഫാമിലീസ് റെഡി, വരൂ. നീ പറഞ്ഞത് വളരെ ശരിയായിരുന്നു കിരൺ. ഒരുപാട് സന്തോഷമായിരുന്നു എനിക്ക്. പക്ഷെ അതിന്റെ കാരണം പ്രീതയായിരുന്നു. മോം, കിരൺ, നിന്റെ അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഹലോ ഫാമിലി, പ്ലീസ് 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 ഒന്ന് മാറൂ. എന്റെ ഭാര്യ എന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്തു പറ്റി? എന്താണ്? എന്നോട് പറയൂ. ഭർത്താവിനെ കൊണ്ട് സേവ ചെയ്യിക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഞാൻ ചെയ്യുമായിരുന്നല്ലോ. വെറുതെ ആരോഗ്യമില്ലാതാക്കരുത്. ഇങ്ങോട്ട് നോക്ക്, ഞാൻ കഴിച്ചതിന്റെ അത്ര പോലും നീ കഴിച്ചില്ലല്ലോ. പിന്നെങ്ങനെ? നിന്റെ ഇമ്മ്യൂണിറ്റി തീരെ കുറവാണ്. മോർണിംഗ് വാക്കിന് കൃത്യമായി പോകണം. ആ വിഷം ചേർത്ത പായസം നീ ഇടത്തെ കൊണ്ട് രണ്ടാമത് കഴിപ്പിച്ച് എന്തിനായിരുന്നു? നിങ്ങൾക്കറിയില്ല അവരെന്നോട് എന്താ കാണിച്ചതെന്ന്. എന്റെ ഭാവി അമ്മായിയമ്മ എനിക്ക് വേണ്ടി മോതിരം പണിതിട്ട് അവരതിനെ ആ പ്രീതയ്ക്ക് കൊടുത്തു. ഞാൻ അനുഭവിച്ചതുപോലെ അവരും അനുഭവിക്കണം. അമ്മേ, ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ? മോനെ, മോം, രാധികേ, എന്ത് പറ്റി എടുത്തി? പ്ലീസ്, നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോകൂ. ഞാൻ എന്താണെന്ന് നോക്കട്ടെ. നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഒന്ന് പുറത്തേക്ക് പോകൂ പ്ലീസ്. പ്ലീസ്, നിങ്ങളൊന്ന് പുറത്ത് നിൽക്കൂ. എടുത്തി ഞാൻ പുറത്തുണ്ടാവും. ഓക്കെ? ചേച്ചി, എന്താ എടുത്തി? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. നടന്നു കഴിഞ്ഞതെല്ലാം മോശം കാര്യങ്ങളാ. നമ്മുടെ ഗസ്റ്റുകൾ സുഖമില്ലാതെയായി, ഫുഡ് പോയിസണിംഗ് ആയി. പക്ഷേ കഴിഞ്ഞതൊന്നിനും പ്രീതയുടെ കുടുംബത്തിന് ഒരു പങ്കുമില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. അറിഞ്ഞുകൊണ്ടാവില്ല ചേച്ചി. സരളയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അവരൊന്നും മനഃപൂർവ്വം ചെയ്തതാവില്ല. അവരെ രക്ഷിക്കണം. പ്രീതയ്ക്ക് വേണ്ടിയെങ്കിലും. പ്രീതയോട് എനിക്ക് ഒരുപാട് കടപ്പാടുള്ളതാ. ചിലപ്പോ അത് തീർക്കാനുള്ള സമയം ഇതായിരിക്കും. എങ്ങനെയെങ്കിലും അത് ചെയ്തേ മതിയാവൂ. പ്ലീസ്, സരളയെ രക്ഷിക്കണം. അവരുടെ പേരിലുള്ള പോലീസ് കേസ് പിൻവലിക്കണം. ഓക്കെ എടുത്തി പറയുന്നവരെല്ലാം ഞാൻ ചെയ്യാം. പക്ഷെ ഇപ്പൊ റിലാക്സ് ചെയ്യൂ. ഓക്കെ? അങ്ങനെ ചെയ്യില്ലേ മാം? പ്ലീസ് ഒന്ന് പുറത്തേക്ക് പോകും. എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കും. പ്ലീസ് ഒന്ന് പുറത്തു നിൽക്കൂ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. പ്രീതയെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല.
ഏടത്തി, നിങ്ങളിങ്ങനെ കിടക്കുന്ന എനിക്ക് വിഷമമാണ്. പക്ഷെ ഏടത്തി വേഗം ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വരും. പക്ഷേ പ്രീതയും അവളുടെ കുടുംബവും ഈ കുരുക്കിൽ നിന്ന് പുറത്തു വരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. നവ. നിങ്ങൾ വിഷമിക്കാതെ. ഞാൻ ഇന്നവരെ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ദൈവം മോശമായിട്ടൊന്നും വരുത്തില്ല. അമ്മേ, അമ്മ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും മറ്റുള്ളവരെല്ലാം ചേർന്ന് അമ്മയോട് ഇങ്ങനെ കാണിക്കുന്നത് എന്തിനാ? മോളെ, നീ പറയുന്നതൊക്കെ ശരിയാണ്. ഇത് ദൈവത്തിന്റെ പരീക്ഷണമാണ്. ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എങ്ങനെ പരീക്ഷിച്ചോണ്ടിരിക്കും. പരീക്ഷണത്തിന് യോഗ്യതയുള്ളവരെ ദൈവം എങ്ങനെ പരീക്ഷിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എല്ലാം ശരിയാകും മക്കളെ. ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ എല്ലാം ശരിയാവുന്നു. ഞങ്ങള് പ്രശ്നത്തിലായിരുന്നപ്പോ അമ്മ ഞങ്ങൾ എന്തുമാത്രം സഹായിച്ചു. എന്നിട്ട് ഞങ്ങളുടെ അവസ്ഥ നോക്കിയേ, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മോളെ സൃഷ്ടി, അങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങൾ കരയുന്നത് കാണാനുള്ള ശേഷി എനിക്കില്ല. എന്റെ എല്ലാ ധൈര്യവും ചോർന്നു പോവും. എന്റെ മക്കളുടെ കണ്ണീര് കാണാൻ മാത്രം എനിക്ക് പറ്റില്ല. വിഷമിക്കില്ലേ, ഞാൻ പറയല്ലേ, എല്ലാം ശരിയാകും. ഞാനൊരു ഐഡിയ പറയട്ടെ. ഞാൻ അമ്മയെ ജയിലിൽ നിറക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും അമ്മ. ഈ ഫുഡ് പോയ്സൺ ചെയ്തെന്ന കുറ്റം ഞാൻ തന്നെ ഏറ്റെടുത്താലോ? ഞാൻ പോലീസിനോട് പോയി പറയാം ഇതെല്ലാം ഞാനാ ചെയ്തതെന്ന്. അപ്പൊ അമ്മ വെറുതെ വിടുമല്ലോ. സൃഷ്ടി, എന്റെ കൈ നടി വാങ്ങുന്നേ. ഇവളെന്താ മന്ദബുദ്ധിയാണോ? വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയാ, ഒരു വിചാരമില്ലാതെ. നിങ്ങൾ രണ്ടുപേരും ചെറുപ്പല്ലേ, ഇനി ഒരുപാട് ജീവിതം ബാക്കി നിൽക്കുക. ഇത്രയും വലിയ കുറ്റം തലയിൽ ഏറ്റുവാങ്ങിയ നാട്ടുകാർ വെറുതെ വിടുവോ? നിങ്ങൾ രണ്ടുപേരും എന്റെ ജീവനാണ്. ഞാൻ ഇതുവരെ ജീവിച്ചത് തന്നെ എന്റെ മക്കൾക്ക് വേണ്ടിയാ. നിങ്ങൾ രണ്ടുപേരും പിന്നെ പ്രിയ പ്രിയ മോളെ, നീ പ്രിയോട് പറയില്ലെന്ന് എനിക്ക് വാക്ക് തരണം. മോളെ, ഇതൊന്നും പ്രിയോട് പറയരുത്. അവൾ അല്ലെങ്കിലും വല്ലാത്തൊരു പ്രശ്നത്തില. ഇതൊക്കെ അറിഞ്ഞ് അവള് വല്ലാത്ത വിഷമാവും. അവൾക്ക് ഇതൊന്നും താങ്ങാൻ പറ്റില്ല. നീ അവളോട് ഒരു കാര്യം പറയരുത് മോളെ. നമ്മളിപ്പോ അനുഭവിക്കുന്നത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. നീ അവരോട് ആരോടൊന്നും പറയില്ലെന്ന് എനിക്ക് വാക്ക് താ മോളെ. അഭിയോടൊന്നും പറയരുത്, എനിക്ക് വാക്ക് തരണം മോളെ. ആ സൃഷ്ടി, വേണ്ടാത്തൊന്നും നീ ആരോടും വിളിച്ചു പറയത്തില്ലെന്ന് നീ എനിക്ക് വാക്ക് തരണം മോളെ. പറയ്, ഈ തലയിൽ കൈവച്ച് വാക്ക് പറയ്. ഇതൊക്കെ ശരിയാ. ഇവിടെ നിന്നോണ്ട് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ പറയും. നമ്മൾ എത്രയൊക്കെ ശരിയാണെങ്കിലും നമ്മളെ കൊണ്ട് സ്വയം ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇവക്ക് ഭ്രാന്ത് പിടിച്ചോ? ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും നിനക്ക് എന്താ നിന്റെ തലയിൽ കേറാത്തത്? You know what? എനിക്ക് അമ്മയോട് സംസാരിക്കേ വേണ്ട. പ്രീത, നിനക്ക് ഞാൻ പറഞ്ഞാ മനസ്സിലാവുമല്ലോ. നീ അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. വീണ്ടും വിചാരമില്ലാതെ ഒന്നും ചെയ്യരുതെന്ന്. എല്ലാം ശരിയാകും. വെറുതെ മണ്ടത്തരം കാണിക്കരുതെന്ന് പറയും മോളെ. അവള് വെറുതെ എടുത്തുചാട്ടക്കാരിയായ ഒരു കുട്ടിയാ. വയസ്സ് എത്രയായിട്ടും 2 വയസ്സുള്ള ഒരു കുട്ടിയെ പോലെ അവള്. മോളൊന്ന് ചെന്ന് പറഞ്ഞു മനസ്സിലാക്ക അവളെ. ചെല്ല്. അമ്മ അതോർത്ത് വിഷമിക്കണ്ട. സൃഷ്ടിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അമ്മയുടെ കാര്യം ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അമ്മ വിഷമിക്കാതിരിക്കെ. നീ എന്ത് ചെയ്യാൻ പോകുന്നു പ്രീത? അമ്മ സമാധാനമായിട്ടിരിക്കെ. പ്രീത, നീ എന്ത് ചെയ്യാനാ? അമ്മ ആരോഗ്യം നോക്കിയാൽ മതി. പ്രീത, നീ പറഞ്ഞിട്ട് പോ മോളെ. നിനക്ക് എന്നെ സഹായിക്കണമെന്നുണ്ടോ? എങ്കിൽ വീട്ടിൽ പോ. എല്ലാം ശരിയാക്കിയിട്ട് ഞാൻ വരാം. പക്ഷെ ചേച്ചി, എക്സ്ക്യൂസ് മീ, ഇവിടെ എമർജൻസി റൂം എവിടെ? അവിടെ നിക്കവിടെ. ആ കുടുംബത്തിലെ ഒരാളെ പോലും നീ കാണാൻ ശ്രമിക്കരുത്. നീ കാണിച്ചതിന് ആരും നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ആരും നിന്നോട് ക്ഷമിക്കുകയുമില്ല. ഞാൻ ഇവിടെ വന്നത് ആരോട് ക്ഷമ ചോദിക്കാനല്ല. സംഭവിച്ചതിനൊന്നും ഞങ്ങൾ ആരും കാരണക്കാരല്ല. എനിക്ക് രോഹിത് സാറിനോട് സംസാരിക്കണം. ആഹാ, വേറെ ആരെ കാണാനാണ്? നീ നിന്റെ ഇഷ്ടക്കാരൻ രോഹിത്തിനെ അല്ലാതെ. ഒരു മിനിറ്റ് ശാലിൻ, ഞാൻ പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത്. നിന്റെ മനസ്സിലുള്ള ചിന്ത മുഴുവനും തെറ്റാണ്. ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ എനിക്ക് രോഹിത് സാറിനോട് മറ്റെന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നിനക്ക് തോന്നിയെങ്കിൽ ആ ചിന്ത വളരെ തെറ്റാ. അത് നിന്റെ മനസ്സിൽ നിന്ന് മാറ്റിയേക്കാം. വെരി നൈസ്. അവസാനം സത്യം പുറത്തു വന്നല്ലോ. ഞാൻ നിന്നെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നീ പറയുന്നത് ഊഹിക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. നിക്കവിടെ. നിനക്ക് ആരെയും കാണാൻ പറ്റില്ല, പ്രത്യേകിച്ച് രോഹിത്തിനെ കാണാൻ പറ്റില്ല. ഇന്ന് ആരെന്നെ തടഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവില്ല. എനിക്ക് രോഹിത് സാറിനോട് വളരെ അത്യാവശ്യമായി സംസാരിക്കണം. അദ്ദേഹത്തിന് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റൂ.
നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഇത് പ്രൈവറ്റ് എമർജൻസി ഏരിയ ആണ്. ഇവിടെ ഔട്ട്സൈഡേഴ്സ് അലോഡ് അല്ല. പ്ലീസ് കവിത ആന്റി, ഞാൻ ഒരു തവണ രോഹിത് സാറിനോട് മിണ്ടരുത്. സംസാരിച്ചോട്ടെ. പറഞ്ഞില്ലേ നിന്നോട്? ഇവിടെ നിന്നോട് ആരും ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഗെറ്റ് ഔട്ട്, ഔട്ട്. ആന്റി ഒരു മിനിറ്റ്, ഇവൾക്ക് എന്താ പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം. നീ എന്താന്ന് വെച്ചാൽ വേഗം പറയാം. എന്താ പറയണ്ടേ? താങ്ക് യു കിരൺ. രോഹിത് സാർ, പ്രീത, രോഹിത് സാർ, ഞാൻ എന്റെ മനസ്സറിഞ്ഞ് സത്യസന്ധമായി സാറിനോട് പറയാണ്, ഈ നടന്നതിനൊക്കെ എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം ഈ ഫംഗ്ഷൻ ഒരു കുറവുമില്ലാതെ നടത്തേണ്ടത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന്. എന്നാലും ഞങ്ങള് എല്ലാവരും ഞങ്ങൾക്ക് അറിയുന്നവരല്ലേന്ന് കരുതിയത് കൊണ്ടാ ഞങ്ങൾ സെക്യൂരിറ്റിയുടെ കാര്യമൊന്നും കൂടുതലായിട്ട് ചിന്തിക്കാതിരുന്നത്. അത് ഞങ്ങളുടെ തെറ്റ് തന്നെയാണ്. പക്ഷെ സത്യം പറയുക, ഭക്ഷണത്തിന്റെയോ അതിലുപയോഗിച്ചിരിക്കുന്ന മസാലയുടെയോ അതിന്റെ ക്വാളിറ്റിക്കോ ഞങ്ങൾ ഒരു കുറവും വരുത്തിയിട്ടില്ല സർ. ഈ സംഭവിച്ചതിനൊന്നും ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല സർ. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല രോഹിത് സർ. രോഹിത് സാറിന് അറിയാവുന്നതല്ലേ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിനെ നിസാരമായിട്ട് കാണാറില്ലെന്ന്. അല്ലെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളെ തമാശയായിട്ട് കാണാൻ പറ്റുമോ? ഈ കാര്യം എവിടെ പോയി അവസാനിക്കുമോ എന്തോ. എന്റെ അമ്മ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, എന്നിട്ടും വെറുതെ ആ അമ്മ ശിക്ഷ അനുഭവിക്കുന്നത്. എന്റെ അമ്മ വളരെ സാധുവാണ്, പാവം പിടിച്ചൊരു സ്ത്രീയാണ്. അമ്മയോട് ആര് എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റിനോട് പകരം ചോദിക്കാൻ എന്റെ അമ്മയ്ക്ക് അറിയില്ല, അതിന് കഴിയില്ല. സാറിന് അറിയാവുന്നതല്ലേ, ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഈ ഫംഗ്ഷൻ നന്നാക്കാൻ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിച്ചത്. എല്ലാ കാര്യങ്ങളും നന്നാക്കാൻ വേണ്ടി ഞങ്ങൾ ആവുന്നത് പോലെ ശ്രമിച്ചു. ഞാൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് മനസ്സിലായില്ലേ? ഞാനൊരു കാര്യം റിക്വസ്റ്റ് ചെയ്തോട്ടെ. പ്ലീസ്. ഞാൻ സാറിനോട് ചോദിക്കാതെ തന്നെ സാർ എന്നെയും എന്റെ കുടുംബത്തിനെയും പലതവണ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒരു സുഹൃത്തായിട്ട് എന്നെ കണ്ട് സാർ എനിക്കൊരു സഹായം ചെയ്തു തരണം. എനിക്കറിയാം സാർ എനിക്ക് ഒരുപാട് സഹായം ചെയ്തു തന്നിട്ടുള്ളതാണെന്ന്. അതൊന്നുപോലും ഞാൻ ചോദിച്ചിട്ടല്ല ചെയ്തു തന്നത്, അതൊക്കെ സ്വയം മനസ്സാലയാ. എന്നാൽ ഇന്ന് ഞാൻ സാറിനോട് ഒരേ ഒരു സഹായം അങ്ങോട്ട് ചോദിക്കുകയാണ്. എന്റെ അമ്മയെ ജയിലിൽ നിന്ന് ഒന്ന് ഇറക്കി തരാമോ? അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പ്ലീസ് എന്നെ സഹായിക്കണം. അമ്മയ്ക്ക് ഈ പ്രായത്തിൽ ഇതൊന്നും സഹിക്കാൻ പറ്റില്ല രോഹിത് സാർ. ഇനിയും നിങ്ങളുടെയൊക്കെ മനസ്സിൽ അത് ചെയ്തത് ഞങ്ങളാണെന്ന് സംശയം ഉണ്ടെങ്കിൽ അതാരാണ് ചെയ്തതെന്ന് തെളിയുന്നത് വരെ ആ സംശയം നിങ്ങളുടെയൊക്കെ മനസ്സിലിരുന്നോട്ടെ. ആ സത്യാവസ്ഥ എന്തായാലും പുറത്തു വരും. അതുവരെ എന്നെയോ സൃഷ്ടിയോ ബ്ലെയിം ചെയ്തോളും. പക്ഷെ എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം, വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അവിടെ. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കോ? എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. പ്ലീസ് എന്റെ കൂടെ വന്ന് ഒന്ന് രക്ഷിക്കോ. പ്ലീസ്, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. താൻ ഇങ്ങനെ കരയരുത് പ്ലീസ്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ശരി, ഞാൻ നിങ്ങളുടെ കൂടെ വരണമെന്നല്ലേ പറയുന്നത്? ശരി, ഞാൻ വരാം, പക്ഷെ ഇനി കരയരുത്. ഓക്കെ? ശരി, വാ. നീ എന്തായി കാണിക്കുന്നേ? ആ, എല്ലാം വേഗം മറന്നുപോയോ? ഇവളുടെ കുടുംബവും കാരണം ഇന്ന് നമ്മളെല്ലാരും ഹോസ്പിറ്റലിൽ നിൽക്കുക. എനിക്കതൊന്നും അറിയില്ല. ഇവിടെ സംഭവിച്ചതിനൊന്നും ഇവരല്ല കാരണം. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഇവിടെ നടന്നതിനൊക്കെ പിന്നിൽ ആരോ ഒരാളുടെ കൈയുണ്ട്. അത് കണ്ടുപിടിക്കുന്നവരെ പ്രീതയുടെ അമ്മയെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ അടയ്ക്കാനാവില്ല. ഇവളുടെ അമ്മ എന്നു മുതലാണ് രോഹിത് നിനക്ക് എന്റെക്കാൾ ഇമ്പോർട്ടന്റ് ആയത്? പ്ലീസ്, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു എന്നതിനർത്ഥം എല്ലാവരും തെറ്റ് ചെയ്തു എന്നല്ല. എല്ലാവരും തെറ്റുകാരാക്കുകയും ചെയ്യരുത്. വരൂ പ്രീത. കംപ്ലൈന്റ് തിരിച്ചെടുക്കാൻ പറ്റില്ല. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല എന്തിവിടെ പറ്റും എന്ത് പറ്റില്ലെന്ന്. എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും. അതെന്തായാലും ഞാൻ ചെയ്തിരിക്കും. ദാറ്റ്സ് ഇറ്റ്. അമ്മ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം സുഖമായിട്ട് വീട്ടിൽ പോയിട്ടുണ്ട്. ഇനി അമ്മ അറിഞ്ഞാലും പ്രീതിയുടെ അമ്മയെ ജയിലിനുള്ളിൽ നിന്ന് രക്ഷിക്കാനേ അമ്മ ആഗ്രഹിക്കത്തുള്ളൂ. വാ. ഒരു മിനിറ്റ്. നിന്റെ അമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് ഞാൻ നിന്നോട് പറയണ്ടെന്നാ വിചാരിച്ചത്. പക്ഷെ ഇപ്പോ നീ അത് അറിഞ്ഞേ മതിയാകും. പ്രീത, ഒരു മിനിറ്റ് പറയും. നിന്റെ അമ്മ പറഞ്ഞ എന്താണെന്നോ? പ്രീതയും അവളുടെ കുടുംബക്കാരെയും ഇപ്പൊ ഒട്ടും വിശ്വാസമില്ലെന്നാണ്. ഇവര് കാരണം നമ്മുടെ വലിയ ഫംഗ്ഷൻ മോശമായി തീർന്നു. നമ്മുടെ സന്തോഷങ്ങളെല്ലാം മണ്ണടിഞ്ഞു. വളരെ വലിയ വേദന.
ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തത്. നിന്റെ അമ്മ ഇതുകൂടി പറഞ്ഞു, സരളയ്ക്ക് അവര് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഉറപ്പായും കൊടുക്കണമെന്ന്. അവരോട് ഒരിക്കലും ക്ഷമിക്കരുതെന്ന്. ഇത് നിന്റെ അമ്മയുടെ വിഷാണ്. രോഹിത് സർ, കവിത ആന്റി പറഞ്ഞതുപോലെ രാഖി ആന്റിക്ക് ഞങ്ങളോട് ഒരുപാട് ദേഷ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ സാർ ഇപ്പൊ പറഞ്ഞില്ലേ, എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അതിനർത്ഥം എല്ലാം തെറ്റല്ല, എല്ലാവരും തെറ്റുകാരല്ല എന്ന് പറഞ്ഞില്ലേ. രോഹിത് സർ, എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നെ സഹായിക്കാമെന്നല്ലേ സാർ എനിക്ക് വാക്ക് തന്നിരുന്നത്. അതുമല്ല, അമ്മയ്ക്കോ എനിക്കോ സൃഷ്ടിക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് എന്താണ് അർത്ഥമുള്ളതെന്നല്ലേ സാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. സാർ എനിക്ക് പ്രോമിസ് ചെയ്ത് തന്നതല്ലേ. എനിക്ക് നല്ലപോലെ സാർ ഓർമ്മയുണ്ട് എന്നോട് പ്രീത. ഒരു മിനിറ്റ്, എന്താ എന്താ നീ ചെയ്യുന്നേ? വീണ്ടും അവള് പറയുന്ന വിശ്വസിക്കുകയാണോ? നീ ആലോചിക്ക്, നീ ഇവളെ സഹായിക്കുവോ അതോ നിന്റെ അമ്മയുടെ വിഷ് നടത്തി കൊടുക്കുവോ? രോഹിത് സർ, പ്ലീസ് പ്ലീസ് സർ. സാർ തന്നെയാണോ മുൻപ് എന്നോട് പറഞ്ഞത് എന്നെ വിശ്വസിക്കുന്നു? എനിക്കും എൻ്റെ കുടുംബത്തിനും എന്ത് പ്രശ്നം വന്നാലും സാർ കൂടെ ഉണ്ടാവും, സഹായിക്കുമെന്ന് സാറ് തന്നെയല്ലേ പറഞ്ഞത്? ആ ആളാണോ ഇപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? ഇന്നൊരു തെറ്റും ചെയ്യാതെ എൻ്റെ അമ്മ ജയിലിനുള്ളിൽ കഴിയുകയാണ്. എന്നിട്ടും അതൊന്നും കാണാതെ സാർ വാക്ക് മാറുകയാണല്ലേ. പറയൂ രോഹിത് സാർ, സാർ തന്നെ പറയൂ. പ്രീത, തനിക്ക് പോവാം. പ്ലീസ് പോകൂ. ഞാൻ വിചാരിച്ചിരുന്നത് ലോകത്തിലെ ഏറ്റവും സത്യസന്ധനും മാന്യനുമായ വ്യക്തിയാണ് താങ്കളെന്ന്. പക്ഷെ ഇന്ന് എനിക്കത് തെറ്റാണെന്ന് മനസ്സിലായി. തെറ്റെന്റെയാ. നിങ്ങൾ എന്നോട് പറഞ്ഞ വാക്കുകളെ ഞാൻ വിശ്വാസത്തിലെടുത്തു പോയി. നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ച മണ്ടിയാ ഞാനിപ്പോ. ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. പ്രീതയെ സഹായിക്കണ്ട എന്ന് ഒരിക്കലും രാധിക പറയാൻ വഴിയില്ലല്ലോ. ഈ മിഡിൽ ക്ലാസ് പെൺകുട്ടി ഒരുപാട് സംസാരിച്ചു നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നന്നായില്ലേ? സ്വയം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവൾ അവളുടെ തന്നെ കുഴി കുഴിച്ചില്ലേ? ഇനി മുതൽ നമ്പ്യാർ ഹൗസിൽ പ്രീതയ്ക്ക് നോ എൻട്രി. ഭഗവാനെ, ഈ അവസ്ഥയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ. ഇത്രയും വലിയ ലോകത്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ പോലും ആരുമില്ലാതായി പോയല്ലോ. സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചവര് പോലും എന്നെ കൈവിട്ടല്ലോ. ഇനി ഞാൻ ആരോടാണ് സഹായം ചോദിക്കുക? പ്രിയക്ക് ചിലപ്പോ എന്നെ സഹായിക്കാൻ പറ്റിയേക്കും. പക്ഷെ പ്രിയേച്ചിയോടൊന്നും പറയരുതെന്നല്ലേ അമ്മ വിലക്കിയിരിക്കുന്നത്. ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യാനാ? എവിടെ പോവാനാ? ആരാ എനിക്കൊരു വഴി കാണിച്ചു തരുന്നത്? ഭഗവാനെ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. ഞാൻ ആരോട് സഹായം ചോദിക്കും? കിരൺ, നിന്നെ രോഹിത് സാർ പറഞ്ഞു വിട്ടതല്ലേ? സാറിനെ രാഖി ആന്റി വിലക്കിയാലും എനിക്കറിയാമായിരുന്നു നിന്നെ സാറ് പറഞ്ഞു വിടുമെന്ന്. എനിക്കോ എന്റെ കുടുംബത്തിനോ എന്ത് വലിയ പ്രശ്നം ഉണ്ടായാലും സാറിനെ സഹായിക്കുമെന്ന് പറഞ്ഞത്. വാ പോകാം, വാ പെട്ടെന്ന് പോകാം. അമ്മ പോലീസ് സ്റ്റേഷനിലാ. വേഗം ചെന്ന് അമ്മയ്ക്കെതിരെ നിങ്ങൾ കൊടുത്ത കംപ്ലൈന്റ് പിൻവലിക്കാം. വാ, വേഗം പോകാം. വാ പോകാം.
എന്റെ കൂടെ വാ കിരൺ. ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്റെ ഏട്ടന്റെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ നശിപ്പിച്ചിരിക്കുകയാണ്. എല്ലാം കുളവാക്കി. ആ എന്നിട്ട് നിനക്ക് എങ്ങനെയാ ധൈര്യം വന്നത് ആ കംപ്ലൈന്റ് പിൻവലിക്കാൻ പറയാൻ? എന്നെ കൊണ്ട് ആവില്ല അത്. കാരണം ഞങ്ങൾ അതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വിശ്വസിക്ക്, ഞാൻ ഈ ഫംഗ്ഷൻ സക്സസ്ഫുൾ ആവണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ട് എന്നാലാവുന്നതൊക്കെ ഞാൻ ചെയ്തില്ലേ. എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി ഞങ്ങളുടെ ഹോളിന് ചീത്തപ്പേരുണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യോ കിരൺ? ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. Prove it. നീ തെറ്റൊന്നും ചെയ്തില്ല എന്ന് തെളിയിക്ക. എങ്കിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കാവുന്ന വാക്ക് തരാ. നീ എന്നോട് വെറുതെ തല്ലുകൂടാറില്ല, വഴക്കം കൂടാറുണ്ട്. ഇപ്പൊ നിന്റെ ആ ധൈര്യം എവിടെയാ പോയത്? എവിടെ പോയിന്ന്? പോയി ആ പോലീസുകാരോട് തർക്കിക്ക്. നീ പറയുന്ന സത്യമാണെങ്കിൽ മാത്രം. ഒരു മിനിറ്റ്, ഞാൻ ഇത്രയൊക്കെ തർക്കിച്ചിട്ടും ഞാൻ ഇത് തന്നെ പറയുന്നേ. ഇതൊരു ചെറിയ കാര്യമല്ല, തമാശയോ അല്ല, വളരെ വലിയ കുറ്റമാ നിങ്ങളിൽ ഇപ്പൊ ആരോപിച്ചിരിക്കുന്നത്. ഇനി നിന്റെ ഭാഗം ശരിയാണെങ്കിൽ ലോകത്തിലെ ഒരു ശക്തിക്ക് നിന്റെ അമ്മയെ ഒരിക്കലും ജയിലിൽ അടയ്ക്കാൻ സാധിക്കില്ല. മനസ്സിലായോടി? പിന്നെ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം സോറി പ്രീത. അതിന്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ല നീ എന്നെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമെന്ന്. എനിക്കറിയാം നിനക്ക് എന്നോട് വെറുപ്പാണെന്ന്, എന്റെ മുഖം കാണുന്നത് പോലും ഇഷ്ടമല്ലാന്ന്, നിനക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കിരൺ. പക്ഷെ നീ എന്നെ എത്രയും നാൾ കൊണ്ട് കാണുന്നതാ കിരൺ. നീ അങ്ങനെ കരുതുന്നുണ്ടോ ഞാനും എന്റെ കുടുംബവും ഇത്രയും നീചമായ പ്രവൃത്തി ചെയ്യുമെന്ന്? അത് ഒരു മനുഷ്യന്റെ ജീവൻ അപകടത്തിലാവുന്ന വിധം, അയാൾക്ക് മരണം സംഭവിക്കും വിധം അത്രയ്ക്കും ഭ്രാന്താണോ ഞങ്ങൾക്ക്? കിരൺ, അത് ആലോചിക്കുമ്പോ തന്നെ എന്റെ കൈയും കാലും വിറയ്ക്കുക. പക്ഷെ നീ വിചാരിക്കുന്നത് ഞാനിങ്ങനെ ചെയ്തു എന്നാണല്ലേ? കിരൺ, വേഗം അകത്തേക്ക് വരൂ. രാധിക ആന്റി തന്നെ വിളിക്കുന്നു. നീ കണ്ടില്ലേ പ്രീത, ഈ ഷേർലിന്റെ വഴിയിൽ തടസ്സമായി വരുന്നത് നിനക്ക് എത്ര ബുദ്ധിമുട്ടായി മാറിയെന്ന്? ഞാൻ എന്റെ പ്രതിയോഗികളെ ഒരിക്കലും വെറുതെ വിടില്ല. ഞാൻ നിന്നെ തകർത്തു പ്രീത, എന്നേക്കുമായി. എനിക്കറിയാം പ്രീതയും നീയും തമ്മിൽ പ്രേമമൊന്നുമില്ലെന്ന്. വൈകുന്നേരം നീ അവളുടെ കൈക്ക് പിടിച്ചതും റൊമാൻസ് ചെയ്യുന്ന നാടകം കളിച്ചതും അതൊക്കെ നിന്റെ ഷേർലിൻ ഏട്ടത്തിക്ക് വിഷമാകാതിരിക്കാൻ വേണ്ടിട്ടല്ലേ? എന്റെ നിശ്ചയത്തിന്റെ മോതിരം മറ്റൊരാളുടെ കയ്യിൽ ആയിപ്പോയതിനാലല്ലേ? ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അതൊക്കെ നിന്റെ ഒരു സ്റ്റുപ്പിഡ് പ്ലാൻ ആയിരുന്നു എന്ന്. അല്ല, ഒരു മിനിറ്റ് ഷേർലിൻ. എല്ലാവരുടെയും ആരോഗ്യം മോശമാണ്. everyone is admitted to the hospital and you still thinking about the ring? അല്ലല്ല, ഞാൻ റിങ്ങിന്റെ കാര്യമല്ല, ഞാൻ നിന്റെ കാര്യം ആലോചിച്ചത് കിരൺ. പ്രീതയെ പോലൊരു പെണ്ണ് നമ്മുടെയൊക്കെ മർഡർ പ്ലാൻ ചെയ്തവൾ, അവളെ നിനക്ക് എങ്ങനെ പ്രേമിക്കാനാകും? അവൾ ഒരു മോശം പെണ്ണ് തന്നെയാ. അവളെ എല്ലാവരും വെറുക്കുക തന്നെയാ വേണ്ടത്. ആക്ച്വലി ഞാൻ അവളുടെ സൈഡായിരുന്നു. പക്ഷേ രാധിക ആന്റിയും രോഹിത്തിനോട് പ്രീതയെ ഹെൽപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞല്ലോ. ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മായിയമ്മ ആകേണ്ടതാണല്ലോ ആന്റി. അപ്പൊ പിന്നെ ഞാനും അത് തന്നെ ചിന്തിച്ചു. പിന്നെ ഹാളിൽ നീ കണ്ടു കാണുമല്ലോ, ഞാനും രോഹിത്തുമായിരുന്നു പ്രീതയോടൊപ്പം അവസാനം വരെ ഉണ്ടായിരുന്നത്. റൈറ്റ്? യു നോ ദാറ്റ് യു saw the whole thing, right? ഓ കിരൺ, നീ പ്രീതയെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അവളിൽ നിനക്ക് ചെറിയൊരു വിശ്വാസം ബാക്കി നിൽപ്പുണ്ട്. എന്നാൽ ആ വിശ്വാസം അധികം നാൾ നീണ്ടു നിൽക്കില്ല. ഇതുവരെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു രോഹിത് സാർ എന്റെ കൂടെ നിൽക്കും, എന്നെ മനസ്സിലാക്കുമെന്ന്. പക്ഷെ ഇപ്പൊ ആ തുണയും എനിക്കില്ലാതായി. പക്ഷെ എന്ത് സംഭവിച്ചാലും എന്റെ അമ്മയെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. സാറിനോ സാറിന്റെ കുടുംബത്തിനോ ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്തതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അതും അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദത്തിന്റെ പേരിലെങ്കിലും, സാർ പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കോ. എന്റെ അമ്മയെ ഒന്ന് പുറത്തിറക്കോ പ്ലീസ്. നിന്റെ അമ്മ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പ്രീതയിലും അവളുടെ ഫാമിലിയിലും നിന്റെ അമ്മയ്ക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ്. ഏടത്തി ഇതുകൂടി പറഞ്ഞു, സരള അവരുടെ തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചേ തീരുവെന്നു. പ്രീത, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല.
അല്ല, നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നേ? സരള എവിടെ? പോലീസ് അവളെ വിട്ടേച്ചില്ലേ? പിന്നെ പ്രീത എവിടെ? പക്ഷേ വിട്ടയക്കുന്ന കാര്യമൊന്നും നടക്കില്ല. അമ്മ ഒന്ന് കണ്ടത് തന്നെ ആ പോലീസുകാരോട് വഴക്കുണ്ടാക്കിയിട്ടാ. എന്നിട്ട് ചേച്ചി എന്നോട് വീട്ടിൽ പോവാൻ പറഞ്ഞു. എന്നിട്ട് സ്വന്തമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക അമ്മയെ രക്ഷിക്കാൻ വേണ്ടി. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അമ്മാവന് അറിയായിരിക്കുമല്ലോ ഇതൊക്കെ ആരാ ചെയ്തത്, എന്തിനാ ചെയ്തതെന്നൊക്കെ. ആഹാരത്തിന്റെ കാര്യത്തിൽ ഈ പ്രശ്നം എങ്ങനെ ഉണ്ടായി? പറ, അമ്മാവനെങ്കിലും എന്നോട് പറ, ഇതാരാ ചെയ്തത്? നോക്കൂ സൃഷ്ടി, ഇത് ഞാൻ നിന്റെ അമ്മയോടും പറഞ്ഞിരുന്നു. നമ്മുടെ ആഹാരത്തിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഞാൻ നല്ല ശ്രദ്ധയോടെ തന്നെ എല്ലാം ചെയ്തത്. എന്റെ മേൽനോട്ടത്തിൽ തന്നെയായിരുന്നു മുഴുവൻ പാചകവും. അപ്പൊ എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റിയാണ്, ബെസ്റ്റ് ക്വാളിറ്റിയാണ്, എല്ലാം നോക്കിയാ നടത്തിയത്. പിന്നെ ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? ആരായി തെറ്റൊക്കെ ചെയ്തത്? ആൾക്കാരൊക്കെ ഹോസ്പിറ്റൽ ആവുന്നുള്ള രീതിയിലുള്ള അപകടമായത്. ഞാൻ അമ്മാവനെ കുറ്റം പറയുകയല്ല. അമ്മാവനോട് ഞാൻ എന്റെ ഭാഗത്തുനിന്ന് റിക്വസ്റ്റ് ചെയ്യാ, പ്ലീസ് ഒന്ന് ഓർത്ത് നോക്കൂ ആരാ ഇതൊക്കെ ചെയ്തതെന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അച്ഛനത് പറയാൻ പറ്റും. ഞങ്ങൾ രണ്ടാളും ഞെട്ടി വിറച്ചിരിക്കുക ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഓർത്ത്. ഒരു കൈപ്പിഴയും സംഭവിച്ചിട്ടില്ല. നിന്റെ ആശ്വാസത്തിന് വേണമെങ്കിൽ കിച്ചണിലേക്ക് വന്നു നോക്ക്. സാധനങ്ങൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ അവിടെയുണ്ട്. ഞാൻ കിച്ചണിൽ പോയി നോക്കിയിട്ട് വരാം. മുത്തശ്ശി, എന്റെ ഭഗവാനെ, ഇനിയെങ്കിലും ഞങ്ങളെ ഈ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിക്കണേ. എന്തെങ്കിലും ഒരു അടയാളം താ. യെസ് മിസ്റ്റർ നമ്പ്യാർ. ഹലോ ഡോക്ടർ. ഹലോ ഡോക്ടർ മാം, അത് എന്റെ ഭാര്യയ്ക്ക് വീട്ടിൽ പോയാൽ കൊള്ളാമെന്നാണ് ആഗ്രഹം. പക്ഷെ അവർ ഇതുവരെയും വീട്ടിൽ പോവേണ്ട കണ്ടീഷൻ എത്തിയിട്ടില്ല. ഇവിടെ തന്നെ ചികിത്സ തുടരേണ്ടത് അത്യാവശ്യമാണ്. ഐ നോ ഡോക്ടർ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ അമ്മയുടെ ആഗ്രഹത്തിന് വിപരീതമായി പ്രവർത്തിച്ച് ആരോഗ്യം കൂടുതൽ വഷളാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പം ഡിസിഷൻ എന്ത് തന്നെ ആയാലും ഡോക്ടർ പറയും പോലെ നിങ്ങളുടെ സൂപ്പർവിഷനിൽ കാര്യങ്ങൾ നടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെന്തെന്ന് വെച്ചാല് ഇപ്പോഴെല്ലാം വാശി പിടിച്ച മോഡിലാണ്. ഈ ഒരു അവസ്ഥ ആയതിനാൽ പറഞ്ഞു മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. താങ്കളൊന്ന് അനുവദിക്കുകയാണെങ്കിൽ. ശരി, നിങ്ങൾക്ക് ഇത്രയും നിർബന്ധമാണെങ്കിൽ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. പക്ഷെ ഒരു കാര്യം, ഞങ്ങളുടെ ഒരു സീനിയർ നേഴ്സ് നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. അവരെപ്പോഴും രാധിക മാമിനൊപ്പം വേണം. വീട്ടിൽ വെച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എന്നെ ഉടനെ അറിയിക്കുകയും വേണം. പെർഫെക്റ്റ് ഡോക്ടർ. ഐ തിങ്ക് ദിസ് സീംസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ശരി, എങ്കിൽ ഞാൻ ഡിസ്ചാർജ് ഷീറ്റ് തയ്യാറാക്കിക്കോളാം. ഷുവർ. താങ്ക് യു Thank you. ഡോക്ടർ. പച്ചക്കറികളെല്ലാം രാവിലത്തെ തന്നെ ആണല്ലോ, ഇപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇത് ഇന്ന് ഉപയോഗിച്ച മസാലയല്ലേ? ഇത് കുഴപ്പമില്ല. എല്ലാ മസാലയും നല്ല ഫ്രഷ് തന്നെയാ. ഇതിന്റെ എക്സ്പയറി ഡേറ്റ് തന്നെ 4 മാസം കഴിഞ്ഞ. കിച്ചണിലെ എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഫുഡ് പോയ്സൺ ഉണ്ടാവാനുള്ള രീതിയിലുള്ള ഒന്നുമില്ല. പിന്നെ വേറെ എന്തായിരിക്കും കാരണം? അമ്മാവൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആഹാരം എങ്ങനെയാ മോശമായത്? ഈ പാക്കറ്റിൽ എന്തായിരുന്നു? എന്ത് വൃത്തികെട്ട സ്മെല്ലാ ഇതിൽ നിന്ന് വരുന്നത്? അമ്മാവനോട് പോയി ചോദിക്കാം. അമ്മാവന് അറിയായിരിക്കും ഇതിൽ എന്താന്ന്. പതുക്കെ. ഓക്കെ. ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട് മോളെ? കുറവുണ്ടമ്മേ. മുത്തശ്ശിയുടെ മരുമോക്ക് ഒരു കുഴപ്പമില്ല. അതിനിപ്പോ ആ മുത്തശ്ശി എന്തിനാ കരയുന്നേ? ഇല്ല, ഞാനെന്തിനാ ഇങ്ങ് കരയുന്നത്? വന്നേ. മുത്തശ്ശി കരഞ്ഞാ ഞാനും കരയും കേട്ടോ. ഇപ്പൊ അമ്മയ്ക്കും പ്രശ്നമില്ല, മുത്തശ്ശിക്കും പ്രശ്നമില്ല, അച്ഛനും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എനിക്ക് നല്ല ആശ്വാസം. നിങ്ങൾ എല്ലാവരോടും കൂടി എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പൊ പേഷ്യന്റ് കുറച്ച് കംഫർട്ടബിൾ ആണ്, പക്ഷേ ഇവർക്ക് ഇപ്പോൾ വിശ്രമമാണ് ആവശ്യം. നിങ്ങൾ എല്ലാവരും പ്ലീസ് ഇവിടുന്ന് പോണം. ഇവർ വിശ്രമിക്കട്ടെ. ഓക്കെ ഫാമിലി, പ്ലീസ് എവരിവൺ ഔട്ട്. രാധികെ, നീ ഇവിടെ വിശ്രമിക്കൂ. വിശ്രമിച്ചോ. വന്നേ എല്ലാരും പുറത്തേക്ക് വന്നേ. അമ്മാവനൊരു കാര്യം പറഞ്ഞേ, ഇതിനകത്ത് എന്തായിരുന്നു? ഇല്ല, എനിക്കറിയില്ല. ഇത് എവിടെന്നാ കിട്ടിയേ?
എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് എന്തായിരിക്കുമെന്ന്. മോഹൻ മോഹൻ അറിയായിരിക്കും. മോഹൻ എവിടെയാ? എന്ത് പറ്റി? മോഹൻ എന്നോടൊന്ന് പറയോ, ഈ പാക്കറ്റിൽ എന്തായിരുന്നു? ഇതെനിക്ക് മാരേജ് ഹാളിന്റെ കിച്ചണിൽ നിന്ന് കിട്ടിയതാ. ഇതെനിക്കറിയില്ല. ഇത് നമ്മുടെ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതെന്താ? അത് എന്റെ അമ്മയ്ക്ക് ഡയബറ്റീസ് ആണ്. അപ്പൊ ഈ ഷുഗർ ഫ്രീ അമ്മയുടെ പായസത്തിൽ ഇട്ടാ കൊള്ളായിരുന്നു. ഒരു മിനിറ്റ് ചേച്ചി, ഇതെനിക്കൊരു പെൺകുട്ടിയാ തന്നത്. ആഹാ, ആ പെൺകുട്ടി ആഹാരത്തിന്റെ അടുത്ത് നിന്നുണ്ടായിരുന്നു. എനിക്ക് അവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതാ. ഞാൻ അവരോട് ഈ പൗഡറിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്തു. നിങ്ങളാരാ? ഞാൻ ഷേർലിൻ. ഇന്ന് എന്റെ നിശ്ചയമാ. ചേച്ചി, ഇത് തന്നത് ആ പെൺകുട്ടി തന്നെയാ. ഇന്ന് നിശ്ചയം കഴിഞ്ഞ ആ പെൺകുട്ടി.